എൻട്രൻസ് എക്സാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചിലതൊക്കെ കഴിഞ്ഞു, കീമും നീറ്റൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന കോഴ്സ് എടുക്കാം എന്ന് മാനസികമായിട്ട് തയ്യാറെടുത്തു. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരെ പോയി ഒരു ഹോസ്റ്റലിൽ താമസിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ PG സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ കൂടി ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് പാരൻസും കുട്ടികളും മാനസികമായിട്ട് തയ്യാറെടുക്കണം. അപ്പൊ കുട്ടികളെ മാത്രം തയ്യാറെടുപ്പിച്ചാൽ പോരെ, അവരല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാണ്, പോരാ, പാരന്റ് ആണ് ആദ്യം തയ്യാറെടുക്കേണ്ടത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ മകൻ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോയിട്ട് ജോയിൻ ചെയ്തു. ഒരു 2-3 കൊല്ലം മുമ്പാണ്. അപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്തു. കുറച്ച് ദിവസമൊക്കെ ക്ലാസ്സിൽ പോകുന്നതൊക്കെ ആയിട്ട് അറിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ചോദിച്ചു, മോന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്, നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നിന്നോട് പറയാനായിട്ട് വിട്ടുപോയി, അവൻ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, എന്തേ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ക്ലാസ് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നും അല്ല പ്രശ്നം, ഇവിടുന്ന് രാവിലെ ഫുഡ് ആക്കി കൊണ്ടുപോകുമ്പോൾ ഉച്ചയാവുമ്പോഴേക്കും ചൂടാറുന്നു. അപ്പൊ ക്യാൻറ്റീനിൽ കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ അവനക്ക് ക്യാൻറ്റീനിലെ ഫുഡിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അവര് നല്ല ഫുഡ് കഴിക്കാതെ ഈ 2 കൊല്ലത്തെ കോഴ്സ് അവൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ തോന്നി. ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ അമ്മയുടെ ഒറ്റ ആളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ കുട്ടി ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തത്. ഞാൻ അത് അവരോട് നേരിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് എടുത്തു പോയ ഒരു പയ്യന് കൊണ്ടുപോണ ഫുഡ് ചൂടാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോഴ്സ് അങ്ങ് ഡ്രോപ്പ് ചെയ്തത്. 75,000 രൂപ അവര് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ കാര്യങ്ങളെ ഇത്ര സില്ലി ആയിട്ട് കാണുമ്പോൾ 75,000 അല്ലേ, അങ്ങ് പോയിക്കോട്ടെ, പിന്നെ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഈ കാണാവുന്നതൊക്കെ അവർക്കല്ലേ സമ്പാദിക്കുന്നത് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ കുട്ടിക്കും ആ ഒരു താല്പര്യം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ അതിൽ തന്നെ പോകുന്ന ഉറച്ചു വിശ്വസിക്കുന്ന കുട്ടികളല്ലേ ഈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവര് വിചാരിക്കും അമ്മേനെ സ്വപ്പിട്ട കാര്യം നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് പാരന്റ് ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിക്കോളൂ. അവിടെ ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് ശരിയാവില്ല, വാർഡനുമായിട്ട് എന്തായാലും ക്ലാഷ് ഉണ്ടാവും, മൊബൈൽ ഫോണിന്റെ യൂസിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാകും വെള്ളം ഉപയോഗിക്കുന്നതിന്, ലൈറ്റ് ഇടുന്നതിനൊക്കെ. അപ്പൊ അത് ആദ്യമേ കണ്ട് നമ്മളെ ഒന്ന് വിശ്വസിപ്പിക്കാം. നമ്മളെ ഇതുവരെ നമ്മുടെ കുട്ടി ജീവിച്ച ഒരു സുഖത്തിലല്ല ജീവിക്കാൻ പോകുന്നത്. അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ഈ ചെറിയ ചെറിയ സ്ട്രഗിളിൽ കൂടി കടന്നു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് അവരും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.